Hello friends, welcome to Toppers World. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ അന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണുന്ന കരുതുന്നു. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ യൂണിറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ പുതിയ സിലബസിൽ നമുക്ക് ഈ വർഷം മുതൽ പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിന്റെ പേരെന്താ? പ്യൂപ്പ അല്ലേ. പ്യൂപ്പ എന്നുള്ള ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വർക്ക് ബുക്കിന്റെ പേര്. അപ്പോൾ വർക്ക് ബുക്കിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ആൻ അംബ്രല്ല ഫോർ ഓൾ എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ യൂണിറ്റിന്റെ അവസാനം ഒരു സ്റ്റോറി എക്സ്ട്രാ ഉണ്ടാവും, വായിക്കാനുള്ള ഒരു കഥ ഉണ്ടാവും, റീഡ് ആൻഡ് റീജോയ്സ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ആ ക്ലാസ് നമ്മൾ ഓൾറെഡി 2 ക്ലാസ് ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. അത് മാത്രമല്ല നമ്മൾ വർക്ക് ബുക്കിന്റെ ക്ലാസ്, അതായത് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് ഇട്ടതിന് ശേഷം ഒന്നാമത്തെ യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സും കൂടെ കാണുക. ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിനും പ്ലേ ലിസ്റ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എത്ര ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ എത്ര ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എത്ര ആക്ടിവിറ്റീസ് ഉള്ളത്? ടോട്ടൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ മൊത്തം 19 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ഉള്ളത്. 19 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും 19 ആക്ടിവിറ്റീസ് നമ്മുടെ ഒരൊറ്റ ക്ലാസ്സിൽ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1. ഹാവ് യു മേഡ് ദി പേപ്പർ ആൻഡ് പേസ്റ്റ് യുവർ ആൻഡ് ബിലോ. അതായത് ഒരു പേപ്പർ ആൻഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എന്താ ആൻഡ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഉറുമ്പ് അല്ലേ. അപ്പോൾ നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ടീച്ചർ പറഞ്ഞു തരും. കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പേപ്പർ ആൻഡിനെ മേക്ക് ചെയ്യുക, പേപ്പർ ആൻഡ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പേപ്പർ ആൻഡിനെ ഇവിടെ എന്ത് ചെയ്യണം? ഒട്ടിക്കണം. ഓക്കെ, പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന 2 സെന്റൻസ് ഫില്ല് ചെയ്യണം. This is എന്താ നമ്മൾ ഉണ്ടാക്കിയത്? ഉറുമ്പിനെയാണ് അല്ലേ. അപ്പൊ this is an ant. എന്താണ്? an ant. ഒരു ആന്റിനെയാണ് ഇവിടെ ഉണ്ടാക്കാൻ. നമ്മൾ ചിത്രത്തിൽ 2 ആന്റ് കൊടുത്തുന്നേ ഉള്ളൂ. ഒരു ആന്റിനെയാണ് ഉണ്ടാക്കാൻ പറയുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? അപ്പൊ ഒരു ആന്റ് ആണ്. അപ്പൊ an ant എന്നാണ് എഴുതേണ്ടത്. This is an ant. It is. അതിന്റെ കളർ എഴുതുക. നിങ്ങൾ എന്ത് കളർ കൊടുത്തിട്ടാണ് പേപ്പർ, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ആന്റിന്റെ നിറം എന്താ, അതാണ് എഴുതേണ്ടത്. It is black in color. എന്താണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്? ബ്ലാക്ക് കളർ ആണ് അല്ലേ. അപ്പൊ it is black in color. അതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ലെറ്റ്സ് സിംഗ്. ഒരു ചെറിയൊരു പോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്, നമുക്ക് വായിക്കാനുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ആൻഡ്സ് ഓൺ ദ മൂവ്. Ants are marching, here they go, moving quickly to and fro, lifting food and seeds they find, carrying food for all their friends. Ants are busy every day, never they stop to rest or play, working every day, never they stop to rest or play. Ants നെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ചുള്ള ചെറിയൊരു പോമാണ് അല്ലേ. Ants are marching, here they go. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എങ്ങനെയാ പോകുന്നത്? മാർച്ച് ചെയ്തിട്ട് പോവാണ് അല്ലേ. വരിവരിയായിട്ട് പോവുകയാണ്. മൂവിങ് ക്വിക്ലി ടു ആൻഡ് ഫ്രോ. എങ്ങനെയാണ്? വളരെ വേഗത്തിലാണ് പോകുന്നത്. ലിഫ്റ്റിംഗ് ഫുഡ് ആൻഡ് സീഡ്സ് ദേ ഫൈൻഡ്. അവർ കണ്ടെത്തിയ ഫുഡും, ഇതാണ് ചിത്രത്തിൽ കാണുന്ന പോലെ ഫുഡും സീഡ്സ് ഒക്കെ എന്ത് ചെയ്യണു? അവർ എടുത്തുകൊണ്ട് പോവുകയാണ്. ക്യാരിങ് ഫുഡ് ഫോർ ഓൾ ദെയർ ഫ്രണ്ട്സ്. എന്തിനാണ് എടുത്തുകൊണ്ട് പോണത്? അവർക്കും, അതായത് അവരുടെ ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. ആൻഡ്സ് ആർ ബിസി എവറി ഡേ. എല്ലാ ദിവസവും അവരെന്താണ്? വളരെയധികം ബിസിയാണ്. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. അവരെന്ത് ചെയ്യുന്നു? അവര് ഫുഡ് ഫൈൻഡ് ചെയ്യുന്നതിലും അവരുടെ വർക്കിലും അവരെന്ത് ചെയ്യും? മുഴുവൻ നേരവും ചെലവഴിക്കും. റെസ്റ്റ് എടുക്കുന്നില്ല, പ്ലേ ചെയ്യുന്നില്ല. വർക്കിംഗ് എവറി ഡേ. എല്ലാ ദിവസവും അവരെന്ത് ചെയ്യണു? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. റെസ്റ്റ് എടുക്കുന്നില്ല, വിശ്രമിക്കുന്നില്ല, കളിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ആൻസിനെ കുറിച്ചുള്ള ചെറിയൊരു പോമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അടുത്ത ആക്ടിവിറ്റി 3. Draw the ants you have seen, color them. നിങ്ങൾ കണ്ട നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഒരു ആന്റിനെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യാനായിരുന്നു. മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് വരയ്ക്കാനാണ് പറയുന്നത്, ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആന്റിനെ, നിങ്ങൾ കണ്ട ഒരു ആന്റിന്റെ ചിത്രം വരച്ചിട്ട് അതിന് കളർ കൊടുക്കുക. Okay, next activity 4.
ഹാവ് യു ഒബ്സർവ്ഡ് ആൻസ്? നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവരും ഉറുമ്പിനെ കണ്ടിട്ടുണ്ടാവില്ലേ? നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. അപ്പൊ ഇനി ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനാണ് പറയണത്. ഓക്കെ, അപ്പൊ ഉറുമ്പിനെ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ, എല്ലാവരും ഒരു ഉറുമ്പിനെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഹൗ മെനി ആൻസ് ഡിഡ് യു സീ? അപ്പൊ നിങ്ങൾ എത്ര ഉറുമ്പിനെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ നമ്പർ ആണ് എഴുതേണ്ടത്. നിങ്ങൾ എത്ര ഉറുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്രയും ആ നമ്പർ എഴുതുക. Where did you see them? എവിടെയാണ് നിങ്ങൾ ഉറുമ്പിനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? ഇൻ ദ ഫ്ലോർ, നമുക്ക് നമ്മൾ നിലത്ത് കണ്ടിട്ടുണ്ടാവും. ഇൻ ദ ലീവ്സ്, ഇലകളിൽ കണ്ടിട്ടുണ്ടാവും. സോയിൽ, മണ്ണിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എഴുതിയിരിക്കുന്നത് ഇൻ ദ ലീവ്സ് ആൻഡ് സോയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയാണ് ഉറുമ്പിനെ കണ്ടിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. വാട്ട് കളർ were they? അപ്പൊ നിങ്ങൾ കണ്ട ഉറുമ്പിന്റെ നിറം എന്താണ്, കളർ എന്താണ്, അതാണ് ഇവിടെ എഴുതുന്നത്. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, were they big or small? നിങ്ങൾ കണ്ട ഉറുമ്പുകൾ. ഓക്കെ, അതായത് നമ്മൾ എല്ലാവരും ഉറുമ്പിനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കണ്ട ഉറുമ്പിന്റെ വലിപ്പമാണ് ചോദിക്കുന്നത്. ബിഗ് ആണോ സ്മോൾ ആണോ? സ്മോൾ ആണെങ്കിൽ സ്മോൾ എന്ന് എഴുതുക, അതല്ല കുറച്ച് വലിപ്പമുള്ള ഉറുമ്പുകളാണെങ്കിൽ ബിഗ് എന്ന് എഴുതാം. വാട്ട് were they doing? നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഉറുമ്പുകൾ എന്ത് ചെയ്യായിരുന്നു? they were moving to somewhere. എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഉറുമ്പുകൾ, എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഉറുമ്പിനെ നമ്മൾ കണ്ട ഉറുമ്പിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ ആക്ടിവിറ്റി 4 നമ്മൾ എഴുതിയത്. നൗ ഡിസ്ക്രൈബ് ദ ആൻസ് യു ഹാവ് സീൻ. ഇനി എന്ത് ചെയ്യാനാ പറയുന്നത്? നിങ്ങൾ കണ്ട ഉറുമ്പിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സെന്റൻസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. I saw ഡാഷ് ആൻസ്. അപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് എന്നാണ്, അതായത് കറുത്ത ഉറുമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ട ഉറുമ്പിനെ കുറിച്ചാണ് എഴുതേണ്ടത്. I saw black ants. They have large heads with compound eyes, elbowed antenna and powerful jaws. There are 3 types of adult ants living in a colony: the queen, female ants and male ants. Queen ants are the largest ants in the colony. അതായത് കോളനി ഇവിടെ പറയുന്നത് ഉറുമ്പുകൾ എങ്ങനെയാണ് താമസിക്കുക? കൂട്ടമായിട്ടാണ് താമസിക്കുക അല്ലെ. ഉറുമ്പിൻ കൂട്ടത്തിനെയാണ് പറയണത്. അതിൽ ഏറ്റവും വലിയ ഉറുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, വലിയ ഉറുമ്പ് അല്ലെ. ഏറ്റവും വലിയ ഉറുമ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യൂൻ ആൻഡ് എന്നാണ് പറയുക. അപ്പൊ ബ്ലാക്ക് ആൻഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി 5, ലെറ്റ്സ് ആഡ് മോർ ലൈൻ ടു ദ സോങ്. ഇവിടെ ഒരു ചെറിയൊരു പോം തന്നിട്ടുണ്ട്, ചെറിയൊരു സോങ് തന്നിട്ടുണ്ട്. 2 ലൈൻസ് നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം എന്തിനെ കുറിച്ചാണ് ഈ പോം എന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്തിനെ കുറിച്ചാ. നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ കഥയിൽ നമ്മൾ പഠിച്ചില്ലേ, ഇതെന്താണ്? മഷ്റൂം അല്ലെ, അതായത് കൂണാണ്, മഷ്റൂം ആണ്. അപ്പൊ എന്ത് ചെയ്യാനാ പറയുന്നത്? ഈ പോമിന് 2 ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. മഷ്റൂം സോങ് ആണ് കേട്ടോ ഇത്. Mushrooms waterside popping up on rainy nights. Some are red and some are white, dancing always oh la la. Mushrooms waterside popping up on rainy nights. Next എന്ത് എഴുതാം? Some are red, some അതായത് എന്താ പറയുന്നത്? Some are red and some are white. അതിന് പകരം നമുക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റും? Some are big and some are small എന്ന് എഴുതാം. Dancing always oh la la. നമ്മൾ ലാസ്റ്റ് ലൈൻ റിപ്പീറ്റ് ആയിട്ട് എഴുതുക. Okay, next activity 6, color the butterfly and describe it. ഇവിടെ ഒരു ബട്ടർഫ്ലൈന്റെ ചിത്രം തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. അതിന് ആ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ട് കുറച്ച് സെന്റൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്ത് ചെയ്യുക? കളർ ചെയ്യാം. എന്നിട്ട് ആ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ട് ഫ്യൂ ലൈൻസ് എഴുതാം. This is a beautiful butterfly having 6 legs and a pair of antennae on their heads. എന്താണ്? 6 കാലുകളുണ്ട്, തലയിൽ എങ്ങനെയാ ഒരു ആന്റിന ഉണ്ട് അല്ലെ, പെയർ ഓഫ് ആന്റിന ഉണ്ട്. അപ്പൊ ഇതിനെയാണ് ആന്റിന എന്ന് പറയാ. ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ. അതിന്റെ നിറമാണ് എഴുതിയിരിക്കുന്നത് ബ്രൗൺ ഇൻ കളർ. ഇറ്റ് ഹാസ്, നിങ്ങൾ ബട്ടർഫ്ലൈക്ക് കൊടുത്ത കളറാണ് എഴുതേണ്ടത്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ വിങ്സ് ദാറ്റ് മേക്സ് ദം ഡിഫറെന്റ് ഫ്രം അതർ ഇൻസെക്ട്സ്. എന്തുണ്ട്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിറകുകളുണ്ട്. അതാണ് മറ്റ് ഇൻസെക്ടിനെ വെച്ചിട്ട് ബട്ടർഫ്ലൈനെ ഡിഫറെന്റ് ആക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത്. Next activity 7, the ant, the butterfly and the mouse are talking about their favorite food. Complete their conversation. അപ്പോൾ ഇവിടെ നോക്കൂ, ആരൊക്കെ സംസാരിക്കുന്നത്? ആൻഡും ബട്ടർഫ്ലൈയും മൗസും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ചിട്ട് സംസാരിക്കണം. എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഫേവറേറ്റ് ആയിട്ട് ഫുഡിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ ആൻഡും ബട്ടർഫ്ലൈയും മൗസും അവരുടെ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആൻഡ് എന്താ പറയണത്? ഐ ലൈക്ക് ഷുഗർ. വാട്ട് ഡു യു ലൈക്ക്? അപ്പൊ എന്താ ആൻഡ് പറയണത്? എനിക്ക് ഷുഗർ ആണ് ഇഷ്ടം അല്ലെ. ഉറുമ്പിന് എന്താ ഇഷ്ടം? പഞ്ചസാരയാണ് അല്ലെ. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് ആരോടാ ചോദിക്കുന്നത്? ബട്ടർഫ്ലൈന്റെ അടുത്ത്. അപ്പൊ ബട്ടർഫ്ലൈ എന്താ പറയണത്? ബട്ടർഫ്ലൈക്ക് എന്താ ഇഷ്ടം എന്ന് അറിയില്ലേ? തേനാണ് അല്ലെ, തേനാണ് ഇഷ്ടം. അതാണ് ഇവിടെ കണ്ടോ, ബട്ടർഫ്ലൈ തേൻ കുടിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടർഫ്ലൈ എന്തായിരിക്കും പറയുക?
I like nectar. തേനിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ nectar എന്നാണ് പറയാ കേട്ടോ. nectar. I like nectar of flower. പൂവിൽ നിന്നുള്ള തേന്. I like nectar of flowers. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ മൗസിനോട് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് നെക്ടർ? നിനക്ക് തേൻ ഇഷ്ടമാണോ? മൗസ് എന്ന് പറഞ്ഞു, നോ ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. ഇല്ല, എനിക്ക് തേൻ ഇഷ്ടമല്ല. കാരണം മൗസിന് തേൻ ഇഷ്ടമാണോ? അല്ല അല്ലെ. മൗസിന് എന്താ ഇഷ്ടം? ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ? ഐ ലൈക്ക് ക്യാരറ്റ്സ്. എന്താണ്? ക്യാരറ്റ്സ്. മൗസ് ബട്ടർഫ്ലൈനോട് തിരിച്ചു ചോദിച്ചു, ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്സ്? നീ ക്യാരറ്റ്സ് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ ബട്ടർഫ്ലൈ എന്ത് പറഞ്ഞു? നോ ഐ ഡോണ്ട് ഈറ്റ് ക്യാരറ്റ്സ്. ബട്ടർഫ്ലൈ ക്യാരറ്റ് കഴിക്കുവോ? ഇല്ല. അപ്പൊ എന്ത് പറയണം? നോ ഐ ഡോണ്ട് ഈറ്റ് ക്യാരറ്റ്സ്. ഐ ലൈക്ക് നെക്ടർ. അല്ലെങ്കിൽ ഐ ഈറ്റ് നെക്ടർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ലൈക്ക് നെക്ടർ എന്ന് എഴുതിയാലും ശരിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ദി ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. ബട്ടർഫ്ലൈയും സ്പാരോയും മഷ്റൂമിന്റെ അടിയിൽ ഇരിക്കുകയാണ്. വിൽ ദ സ്പാരോ ഈറ്റ് ദ ബട്ടർഫ്ലൈ? തീർച്ചയായിട്ടും സ്പാരോ ബട്ടർഫ്ലൈനെ ഈറ്റ് ചെയ്തിട്ടുണ്ടാവോ? കഴിച്ചിട്ടുണ്ടാവോ? വാട്ട് വിൽ ദ ബട്ടർഫ്ലൈ തിങ്ക് നൗ? അപ്പൊ രണ്ടാളും ഒന്നിച്ചിരിക്കുമ്പോൾ ബട്ടർഫ്ലൈ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? Thank God I found a shelter under this mushroom. Oh, but there's a problem. Will the sparrow catch me and eat me? Will the sparrow create any problem to me? How can I escape? If this rain stops, I need to get out of here immediately. Oh God, please save me until then. അപ്പൊ എന്താ പറയണത്? ബട്ടർഫ്ലൈ എന്താ പറയണത്? ദൈവത്തിനോട് ആദ്യം താങ്ക്സ് പറഞ്ഞു അല്ലെ. കാരണം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഷെൽട്ടർ കിട്ടിയത് താങ്ക്സ് പറയുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് there is a problem. Will the sparrow catch me and eat me? ഈ സ്പാരോ എന്നെ പിടിച്ച് തിന്നോ, അതായത് എന്നെ പിടിച്ച് കഴിക്കുമോ എന്ന് ബട്ടർഫ്ലൈ ചിന്തിക്കുകയാണ്. അപ്പൊ ഈ ബട്ടർഫ്ലൈ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? മഴ നിന്നാൽ വേഗം തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് ബട്ടർഫ്ലൈ ചിന്തിക്കുകയാണ്. Activity 9. The fox reaches near the mushroom. The fox asks the sparrow and the mouse about the rabbit. Complete their conversation. Select the correct dialogue from the box and fill in the blanks. ഇവിടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഫോക്സ് റാബിറ്റിനെ കുറിച്ചിട്ട് ആരോട് ചോദിക്കുകയാണ്? മൗസിനോടും സ്പാരോനോടും ചോദിക്കുകയാണ്. അപ്പൊ ആ സെന്റൻസുകളാണ് ഇവിടെ വിട്ടുപോയ സെന്റൻസ് ആണ് ഈ ബോക്സ് നോക്കിയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് ഫോക്സ് ചോദിക്കുന്നത്? ഹാവ് യു സീൻ എ റാബിറ്റിനെ കണ്ടോ എന്ന് സ്പാരോനോട് ചോദിക്കുക. അപ്പൊ സ്പാരോ എന്തായിരിക്കും ആൻസർ പറയാ? ഇവിടെ നോക്കൂ, സെക്കൻഡ് സെന്റൻസ്, നോ ഐ ഡിഡ്ന്റ്. ഇല്ല. അപ്പൊ ഫോക്സ് അടുത്ത് ചോദിച്ചപ്പോ മൗസ് ഉത്തരം പറയാണ്, ക്യാൻ ഈ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? മഷ്റൂമിന്റെ അടിയിൽ ഒരു റാബിറ്റിന് ഇരിക്കാൻ പറ്റുമെന്ന് മൗസ് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഫോക്സ് അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. പക്ഷെ അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഫോക്സ് പറഞ്ഞിട്ടുണ്ടാവുക? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. ഇവിടെ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്, പക്ഷെ എനിക്ക് റാബിറ്റിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ ഫോക്സ് പറയണം. അപ്പോഴാണ് മൗസ് എന്ത് പറയണത്? ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? ഒരു മഷ്റൂമിന്റെ അടിയിൽ റാബിറ്റിന് ഇരിക്കാൻ പറ്റുമോ എന്ന് മൗസ് ചോദിക്കുകയാണ്. അപ്പൊ ഫോക്സ് എന്തായിരിക്കും പറയാ? ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ തീർച്ചയായിട്ടും പിടിക്കുമെന്ന് ഫോക്സ് പറയുകയാണ്. അതാണ് ഫസ്റ്റ് സെന്റൻസ്. ബാക്കി രണ്ട് സെന്റൻസ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. റാബിറ്റ് സോ ദ ഫോക്സ്. റാബിറ്റ് ഫോക്സിനെ കണ്ടു. ഒളിച്ചിരിക്കുന്ന സമയത്ത് റാബിറ്റ് ഫോക്സിനെ കണ്ടു. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ റാബിറ്റ്. അപ്പൊ റാബിറ്റ് എന്തൊക്കെയായിരിക്കും പേടിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയായിരിക്കും റാബിറ്റ് ചിന്തിക്കുക? വിൽ ദാറ്റ് ഫോക്സ് ഫൈൻഡ് മീ? ആ ഫോക്സ് എന്നെ കണ്ടുപിടിക്കുവോ? വിൽ ഇറ്റ് സീ മീ ഹൈഡിങ് ഹിയർ? ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് കാണോ? ഇഫ് ദ ഫോക്സ് ക്യാച്ച് മീ വാട്ട് കൻ ഐ ഡു? എന്താ പറയുന്നത്? ആ ഫോക്സ് എന്നെ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വിൽ ദിസ് ഗൈസ് സേവ് മീ? ഇവരെന്നെ രക്ഷപ്പെടുത്തുവോ? God please save me from the fox. ആ ഫോക്സിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തു ദൈവമേ എന്ന് നമ്മുടെ റാബിറ്റ് ചിന്തിക്കുകയായിരിക്കും അല്ലെ. തോട്ട്സ്, റാബിറ്റിന്റെ തോട്ട്സ് ആണ് ഇവിടെ പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 11. എന്താ ആക്ടിവിറ്റി 11? The fox missed the rabbit. It reached home wet and tired. The fox wife was waiting for food. Complete their conversation. അപ്പൊ നമ്മുടെ ഫോക്സ് റാബിറ്റിനെ പിടിക്കാൻ കുറേ ശ്രമിച്ചു അല്ലെ, ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഫോക്സിന് റാബിറ്റിനെ പിടിക്കാൻ പറ്റിയോ? ഇല്ല. അങ്ങനെ വളരെ ടയേർഡായി നനഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഫോക്സിന്റെ വൈഫ്, ഫോക്സിന്റെ ഭാര്യ ഫുഡിനായിട്ട്, ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെ. അതായത് ഫോക്സ് കൊണ്ടുവരും, ഇപ്പൊ തന്നെ ഭർത്താവ് ഫുഡ് കൊണ്ടുവരും കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫോക്സിന്റെ വൈഫ് എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒന്നുമില്ലാതെ നമ്മുടെ ഫോക്സ് വരുന്നത്, ടയേർഡായിട്ട് വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. രണ്ട് സെന്റൻസ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. വൈഫ് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഫോക്സ് കൊടുക്കുന്ന റിപ്ലൈസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്.
അപ്പൊ എന്താണ് വൈഫ് ഫസ്റ്റ് ചോദിക്കുന്നത്? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്? എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫോക്സ് എന്ത് പറയും? നോ, ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ് ടു ഈറ്റ് ടുഡേ. എനിക്ക് ഇന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ല. അപ്പൊ വൈഫ് എന്ത് ചോദിക്കും? യു വർ ചേസിങ് എ റാബിറ്റ്, വേർ ഇസ് ഇറ്റ്? ഒരു റാബിറ്റിനെ ഓട്ടിച്ചില്ലേ, ചേസ് ചെയ്തില്ലേ, അത് എവിടെ എന്ന് ചോദിക്കുകയാണ്. ഫോക്സ് എന്ത് പറയും? ഐ റൺ ആഫ്റ്റർ ഇറ്റ്, ഞാൻ അതിന്റെ പിന്നാലെ ഓടി. ബട്ട് ദ റാബിറ്റ് എസ്കേപ്ഡ്, പക്ഷെ റാബിറ്റ് രക്ഷപ്പെട്ടു. Next activity 12. The friends saw a frog on the top of the mushroom. Who are you? They asked. The frog introduced himself. What will the frog say about him? അപ്പോൾ എല്ലാവരും ആരെ കണ്ടു? ഫ്രോഗിനെ കണ്ടു അല്ലെ? മഷ്റൂമിന്റെ മേലെ ഇരിക്കുന്ന ഫ്രോഗിനെ കണ്ടു. ഹൂ ആർ യു? അപ്പൊ അവരെന്ത് ചോദിച്ചു? നീ ആരാ? അപ്പൊ ഫ്രോഗ് എന്ത് ചെയ്യണം? അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർക്ക് ഫ്രോഗ് ആണെന്ന് അറിയില്ല. അപ്പൊ ഫ്രോഗ് പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഫ്രോഗ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഫ്രോഗ് അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹായ് ഐ ആം എ ഫ്രോഗ്. ഹായ്, ഞാനൊരു തവളയാണ്, ഫ്രോഗ് ആണ്. പിന്നെന്ത് പറയാം? ഡോണ്ട് യു നോ മീ? നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഐ ആം ലിവിങ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. എനിക്ക് ഞാൻ വെള്ളത്തിലും കരയിലും ജീവിക്കും. ഐ വിൽ കം അഷോർ വെൻ ഇറ്റ് റെയിൻസ്. മഴ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നതാണ്. ഐ ക്യാൻ ബ്രീത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. എനിക്ക് എന്താണ് വെള്ളത്തിലും കരയിലും ശ്വസിക്കാൻ കഴിയും. ഐ ക്യാൻ ബ്രീത്ത് ത്രൂ സ്കിൻ ആൻഡ് ലങ്സ്. എന്തുകൊണ്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്? ഞാൻ സ്കിന്നും ലങ്സും ഉപയോഗിച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. ബട്ടർഫ്ലൈസ്, ഇൻസെക്ട്സ്, ഫ്ലൈസ് ആൻഡ് സ്പൈഡേഴ്സ് ആർ മൈ ഫുഡ്. എന്റെ ഭക്ഷണം എന്തൊക്കെയാണ്? ബട്ടർഫ്ലൈസും ഇൻസെക്ട്സും ഫ്ലൈസും സ്പൈഡേഴ്സ് ഒക്കെയാണ് എന്റെ ആഹാരം. ഐ ആം ആൻ ആംഫീബിയൻ. ഞാനൊരു ആംഫീബിയൻ ആണ്. എന്താണ് ആംഫീബിയൻ എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 13. Look at the pictures, find out the differences between the pictures and write them down. രണ്ട് ചിത്രം, പിക്ചർ 1 ഉണ്ട്, പിക്ചർ 2 ഉണ്ട്. അതിൽ കുറച്ച് ഡിഫറൻസസ് ആണ് നമ്മൾ ഇവിടെ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പിക്ചർ 1 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? പിക്ചർ 1 പിക്ചർ 2 ഫസ്റ്റ് വൺ എന്താ? The mushroom is red and yellow in color. മഷ്റൂമിന്റെ നിറം എന്താ? റെഡ് ആൻഡ് യെല്ലോ കളറാണ്. പിക്ചർ 1 നോക്കൂ, മഷ്റൂമിന്റെ നിറം എന്താ? വൈറ്റ് കളർ ആണ് അല്ലേ? The mushroom is white in color. അടുത്തത് പിക്ചർ 1 പറയുന്നത് the frog is under the mushroom. The frog is under the mushroom അല്ലേ? മഷ്റൂമിന്റെ അടിയിലാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ എന്തായിരിക്കും? The frog is above the mushroom. ഫ്രോഗ് എവിടെയാണ്? മഷ്റൂമിന്റെ മുകളിലാണ് അല്ലേ? അടുത്തത് പിക്ചർ 2 there is rain in picture 2. മഴയാണ്. പിക്ചർ 2 എന്താണ്? മഴയാണ് അല്ലേ? റെയിൻ ഉണ്ട്. പിക്ചർ 1 റെയിൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ എഴുതണം? there is no rain in picture 1. അടുത്തത് there are 3 butterflies in the picture. രണ്ടാമത്തെ പിക്ചർ നോക്കൂ, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 1 2 3 ബട്ടർഫ്ലൈസ്. ഒന്നാമത്തെ ചിത്രം നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? 1 ബട്ടർഫ്ലൈ ഉള്ളൂ. there is 1 butterfly in the picture. ലാസ്റ്റ് വൺ പിക്ചർ 1 there are many ants in picture 1. many ants ഉണ്ട്. പിക്ചർ 1 many ants ഉണ്ട്, ഉറുമ്പുകളുണ്ട്. പിക്ചർ 2 നോക്കൂ, എത്ര ants ഉണ്ട്? 1. there is an ant in picture 2. ഇപ്പൊ ഡിഫറൻസസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. അടുത്തത് ആക്ടിവിറ്റി 14. The ant, the butterfly, the mouse, the sparrow and the rabbit came out and looked at the mushroom. Now complete their conversation. മഴയൊക്കെ നിന്നപ്പോൾ എല്ലാവരും മഷ്റൂമിന്റെ അടിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോഴാണ് അവർ എന്ത് കണ്ടത്? മഷ്റൂം വലുതായിരിക്കുന്നത് കണ്ടല്ലേ? അപ്പൊ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തൊക്കെയാണ്? സംഭാഷണമാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ റാബിറ്റ് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു ദ മഷ്റൂം? എന്ത് പറ്റി? മഷ്റൂമിന് എന്താണ് സംഭവിച്ചത്? മൗസ് എന്താ പറയണ്ടാവുക? ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. മഷ്റൂം വലുതായിരിക്കുന്നു. അപ്പൊ റാബിറ്റ് ചോദിക്കുകയാണ് ഡു മഷ്റൂംസ് ഗ്രോൺ ഇൻ ദ മഴയത്ത് മഷ്റൂംസ് വളരുമോ? അപ്പൊ നമ്മുടെ റാബിറ്റ് അല്ല, നമ്മുടെ മൗസ് പറയുകയാണ് യെസ്, ഇറ്റ് ഗ്രോസ് because the rain provides the ideal condition for them to absorb water for growing. ആ മഴ എന്ത് ചെയ്യുന്നു? നമ്മുടെ മഷ്റൂം വലുതാവാൻ ഹെൽപ്പ് ആവണു അല്ലേ? അതിന് വളരാൻ, അല്ലെങ്കിൽ അത് വലുതാവാനുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് എന്താണ്? മഴയാണ്. ആ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് വലിച്ചെടുത്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മഷ്റൂം ഗ്രോ ആവുന്നത്, വലുതാവുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 15. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ സോങ്ങിൽ 2 വരി ആഡ് ചെയ്യാനാണ് പറയുന്നത്. Raindrops falling from the sky, a mushroom standing tall and dry. അടുത്ത വരി എന്താവാം? Red and yellow colored, safe from rain and wind that blow. അതായത് മഷ്റൂമിന്റെ നിറം. Thank you mushroom, big and wide, you are a perfect spot to hide. It is not raining inside, dry and happy moving on. നെക്സ്റ്റ് ആക്ടിവിറ്റി 16. ക്രോസ്വേർഡ് പസിൽ ആണ്.
അക്രോസ് ഉണ്ട്, ഡൗൺ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതെ, വലത് വശത്തോട്ട് ഇങ്ങനെ എഴുതിപ്പോകുന്നതാണ് അക്രോസ്. നമ്മുടെ ഡൗൺ എന്ന് പറയുമ്പോൾ താഴോട്ട് എഴുതുന്നത്. അപ്പൊ ഒന്നാമത്തെ അക്രോസ് ചിത്രം നോക്കൂ. ഇത് എന്താണ് ചിത്രം? നമ്മൾ പഠിച്ചതാണ്. ഇത് എന്താണിത്? മഷ്റൂം. അപ്പൊ ഇവിടെ എഴുതാം, നമുക്ക് മഷ്റൂം ആദ്യം സ്പെല്ലിംഗ് എഴുതാം. എന്നിട്ട് ആ സ്പെല്ലിംഗ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഓരോ കോളത്തിൽ ഓരോ സ്പെല്ലിംഗ് വെച്ച് എഴുതാം. ഇവിടെ എം എഴുതിയിട്ടുണ്ട്, യു എഴുതിയിട്ടുണ്ട്. അടുത്ത സ്പെല്ലിങ്ങൾ എഴുതുക. SHRO എഴുതുക. ബാക്കി അവർ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. OM. മഷ്റൂമിന്റെ സ്പെല്ലിംഗ് എന്താ? MUSHROOM. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ അക്രോസ് എന്താ? ഔൾ. അപ്പൊ 2. അപ്പൊ 2 എവിടെയാണ്? 2 നോക്കുക, നമ്പർ നോക്കുക. എന്നിട്ട് അവിടെ ബാക്കിയുള്ള സ്പെല്ലിംഗ് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് എഴുതണ്ട, ബാക്കിയുള്ള സ്പെല്ലിങ്ങൾ പൂർത്തിയാക്കുക. മൂന്നാമത്തെ അക്രോസ് സ്പാരോ. നാലാമത്തെ അക്രോസ് ഫോക്സ്. അടുത്തത് ഡൗൺ ആണ്. 1 ഡൗൺ. എന്താ ഫസ്റ്റ് ഡൗൺ? മൗസ്. 4 ഡൗൺ ആണ് ഫ്രോഗ്. 5 ഡൗൺ സൺ. 7 ഡൗൺ ആൻറ്റ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 16 ക്രോസ്വേർഡ് പസിൽ. നെക്സ്റ്റ് ആക്ടിവിറ്റി 17 റീഡ് ദ പിക്ചർ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമ്മുടെ പിക്ചർ സ്റ്റോറി, സ്നെയിലിന്റെ പിക്ചർ സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എല്ലാ കൂട്ടർക്കും സ്നെയിലിന്റെ കഥ അറിയില്ലേ? അറിയില്ലെങ്കിൽ വേഗം നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ സ്നെയിൽ റീഡ് ആൻഡ് റീജോയ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്നെയിൽ എന്താണ്? പാട്ടൊക്കെ ആസ്വദിച്ച് മെയിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അല്ലേ? അപ്പോഴാണ് പെട്ടെന്ന് സ്നെയിൽ എന്ത് സംഭവിച്ചത്? മിസ്റ്റർ സ്നെയിൽ വാസ് ഓൺ ഹിസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്താ സംഭവിച്ചത്? സ്നെയിൽ എന്താ പറയുന്നത്? ഓ, വേർ ഇസ് ദ ലെറ്റർ ടു ഹണി ബി? ഹണി ബിക്ക് കൊടുക്കേണ്ട ലെറ്റർ എവിടെ പോയി? ഹി ഫൗണ്ട് എ ലെറ്റർ മിസ്സിങ്. അപ്പൊ ഒരു ലെറ്റർ കാണുന്നില്ല അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യാണ്? ഫോക്സിനോട് ചോദിക്കുകയാണ് സ്നെയിൽ. ഡിഡ് യു സീ മൈ മെയിൽ? എന്റെ കത്ത് കണ്ടോ? അപ്പൊ ഫോക്സ് എന്ത് പറയാണ്? നോ, ഐ ഡിഡ്ന്റ് സീ യുവർ മെയിൽ. ഇല്ല, കണ്ടില്ല. അപ്പൊ നമ്മുടെ ഹണീബി പറയാണ് യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. നിന്റെ കത്ത് പോണ്ടിലുണ്ട്. പോണ്ട് എന്ന് വെച്ചാൽ എന്താ? പോണ്ട് എന്ന് വെച്ചാൽ കുളം. അപ്പൊ നമ്മുടെ സ്നെയില് ഔളിനോട് എന്തോ ചോദിക്കുകയാണ്. ഔൾ എന്താ ആൻസർ പറയണത്? ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. ഫ്രോഗിന്റെ വീടിന്റെ അടുത്താണ് പോണ്ട് എന്ന് നമ്മുടെ ഔള് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സ്നെയിൽ ചോദിക്കുക? വേർ ഇസ് ദ പോണ്ട്? എവിടെയാണ് കുളം എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ എവിടെയാണ് പോണ്ട് എന്നുള്ളത് അവള് പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് നമ്മുടെ സ്നെയിൽ പോയി. അവിടെ ആരെ കണ്ടു? ഫ്രോഗിനെ കണ്ടു. ഫ്രോഗ് എന്ത് ചെയ്തു? മെയിൽ എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്താ പറയുന്നത്? ഹിയർ ഇസ് യുവർ മെയിൽ. ഇതാ നിന്റെ മെയിൽ എന്ന് പറഞ്ഞിട്ട് ഫ്രോഗ് സ്നെയിലിന് കൊടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സ്നെയിൽ പറയാ? താങ്ക് യു. എന്ത് പറയും? താങ്ക് യു. അടുത്തത് ആക്ടിവിറ്റി 18 One day the fox received a birthday card. How will be that card? Prepare a birthday card for Mr. Fox. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മിസ്റ്റർ ഫോക്സിന് ഒരു ബർത്ത്ഡേ കാർഡ് കിട്ടി. അപ്പോൾ എങ്ങനെയായിരിക്കും ബർത്ത്ഡേ കാർഡ് ഉണ്ടാവുക? ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ്, ഇവിടെ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമ്മുടെ മിസ്റ്റർ ഫോക്സിന് കൊടുക്കാനുള്ള ഒരു ബർത്ത്ഡേ കാർഡ് വരയ്ക്കുക. അടുത്തത് ആക്ടിവിറ്റി 19 ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. അപ്പോൾ ഇവിടെ ഓരോ റോയിലും കുറച്ച് അനിമൽസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, ഓഡ് വൺ ഏതാണ്? അതെന്ത് ചെയ്യണം? വട്ടം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ. ഈ 4 അനിമൽസിൽ ആരാണ് ഓഡ് വൺ? ആരാ ഓഡ് വൺ? അതെ, കാരണം നമ്മുടെ ഗോട്ട്, ടൈഗർ, റാബിറ്റ്, കൗവ്. ഇതിലാരോ ഓഡ് വൺ? ടൈഗർ ആണ്. കാരണം ബാക്കിയുള്ളെല്ലാം വീട്ടിൽ വളർത്തുന്ന ജീവികളാണ് അല്ലേ? പക്ഷെ നമ്മുടെ ടൈഗറിനെ വീട്ടിൽ വളർത്തോ? ഇല്ല. ടൈഗർ എന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽ ആണ്, കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ്. ബാക്കിയെല്ലാം ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. അടുത്ത റോ നോക്കൂ. അടുത്ത ആരൊക്കെയാണുള്ളത്? അതെ, നമ്മുടെ ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഡക്ക് ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? പാരറ്റ് ഉണ്ട് അല്ലെ? ഇതിൽ ആരാണ് ഓഡ് വൺ? പാരറ്റ്. കാരണം ബാക്കിയുള്ളവരൊക്കെ എന്താണ്? വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പാരറ്റിന് വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അടുത്തത് നെക്സ്റ്റ് ആരൊക്കെയാണ്? ഹണീബി ഉണ്ട്. പിന്നെന്താണ്? ഹൗസ് ഫ്ലൈ ഉണ്ട്. ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാൽ ഈച്ചിനെയാണ് പറയുക. ഹണീബി വെച്ച് തേനീച്ച. പിന്നെ ആൻഡ് ഉണ്ട്, മൊസ്കിറ്റോ ഉണ്ട്. ഇതിൽ ആരാണ് ഓഡ് വൺ? ആൻഡ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഫ്ലൈസ് ആണ്, പറക്കാൻ കഴിയുന്നവയാണ്. ആൻഡിന് പറക്കാൻ പറ്റുമോ? ഇല്ല. ലാസ്റ്റ് വണ്ണില് ഈ 3ഉം എന്താണ്? അനിമൽസ് ആണ്. ഇവിടെ നോക്കൂ, ചിക്കിന്റെ ചിത്രം, ഒരു കോഴിക്കുട്ടിന്റെ ചിത്രമാണ് അല്ലെ? അത് മാത്രമാണ് എന്ത്? ബേർഡിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചിക്കാണ് ഇവിടുത്തെ ഓഡ് വൺ. നമ്മുടെ ആക്ടിവിറ്റി 19 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 19 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായോ? 19 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.